കുട്ടികൾ ഉൾപ്പെടെ ആൾക്കാരെ കല്ലെറിഞ്ഞ് ഇല്ലാതാക്കി ഒരു ട്രെയിൻ കത്തിച്ച് കളഞ്ഞ കേസ്. എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് എന്ന് ഈ സിനിമ പറയുന്നില്ല. ആരാണ് ആ ട്രെയിൻ കത്തിച്ചത് എന്ന് ഈ സിനിമ പറയുന്നില്ല. തീ പിടിച്ച ട്രെയിനിൽ നിന്നും രക്ഷപ്പെടാനായി പുറത്തേക്ക് ഇറങ്ങിയവരെ അതിനനുവദിക്കാതെ പ്രതികൾ കല്ലെറിയുകയായിരുന്നു. ഇപ്പൊ എവിടെ നോക്കിയാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. ആ സിനിമയിലെ പ്രമേയമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. ആദ്യത്തെ 25 മിനിറ്റാണ് കത്തി നിൽക്കുന്നത്. സിനിമയിലെ ക്യാരക്ടേഴ്സിനെ ഒന്നും അല്ല നമ്മളിപ്പോൾ നോക്കുന്നത്. അല്ലെങ്കിൽ പൃഥ്വിരാജിനെ തെറി വിളിക്കുന്ന ആൾക്കാർ, വിമർശിക്കുന്ന ആൾക്കാർ, സംഘപരിവാറിനെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കളിയാക്കി കാരണഭൂതൻ അല്ലെന്നുണ്ടെങ്കിൽ തിരുവാതിര എന്നുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട്. കോൺഗ്രസിനെ കളിയാക്കുന്നുണ്ട്, ഗാന്ധി കുടുംബത്തെ കളിയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ തീവ്രവാദത്തെ, ഇസ്ലാമിക തീവ്രവാദത്തെ ഈ സിനിമ കളിയാക്കുന്നുണ്ട്. പൊതുവെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയും കൃത്യമായി കളിയാക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ മുൻ BJP അധ്യക്ഷനെയൊക്കെ തേച്ചൊട്ടിച്ചു വിടുന്നുണ്ട് സിനിമ. അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ എടുത്തിട്ട് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ നടന്ന ഒരു വിഷയം ഈ സിനിമയുടെ ആദ്യത്തെ 25 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ആ സിനിമ നമുക്ക് കാണാൻ നേരത്ത് മനസ്സിലാവുന്നത് ഗുജറാത്ത് കലാപത്തെയാണ്. എന്നാൽ ഗുജറാത്ത് കലാപം ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും എഴുതിയിരിക്കുന്ന രീതി പൂർണ്ണമായി നീതി പുലർത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് അതിനുള്ള ഉത്തരവാണ് നമ്മുടെ വീഡിയോ. തീർച്ചയായിട്ടും മഹാഭൂരിപക്ഷം മലയാളികളും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കുറേ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് ഒഴിവാക്കി പോയെന്ന് വരാം. എനിക്ക് നഷ്ടം ഉണ്ടാവൂ എന്നെനിക്കറിയാം. കാരണം നമ്മൾ ഒഴുക്കിനൊത്ത് നീന്താതെ തിരിച്ച് നീന്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാം എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുള്ളൂ, നിങ്ങൾ എൻ്റെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. കുറച്ച് ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് തോന്നുന്നത്. ഗുജറാത്ത് കലാപത്തെ ഈ സിനിമ കാണിക്കുന്നുണ്ട്. അത് ഒരു സംവിധായകൻ്റെയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെയോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു ഇഷ്യൂ എടുത്ത് നമ്മൾ ഒരു സിനിമയാക്കാൻ നേരത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എമ്പുരാൻ സിനിമ തുടങ്ങാൻ നേരത്ത് ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ്. നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഞാനത് ഒരു കാരണവശാലും സിനിമ മോശമാണെന്ന് പറയത്തില്ല. എനിക്ക് ഫീൽ ചെയ്തൊരു ആവറേജ് പടമായിട്ടാണ്. വിഷ്വൽ ട്രീറ്റഡ് കൂടിയാണ്, ഇന്റർനാഷണൽ ലെവലിലാണ് പടം എടുത്തിരിക്കുന്നത്. പക്ഷേ ലൂസിഫറിൻ്റെ അത്രയും നമുക്ക് ഒരു ലൈഫ് ഈ സിനിമയ്ക്ക് തോന്നുന്നില്ല. പല ക്യാരക്ടേഴ്സും വെറുതെ ഭാവാഭിനയം കാണിക്കാൻ വേണ്ടി, ഇപ്പം നൈലൂഷ് ആണെങ്കിലും ഇന്ദ്രൻ സുകുമാരനാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇതിനകത്ത്, സായി കുമാറിൻ്റെ ക്യാരക്ടേഴ്സ് സൈഡ് റോളായിപ്പോയി. വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഭാഗമായി സൈഡിൽ മാറി നിൽക്കുന്നൊരവസ്ഥ. അതുപോലെ അല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ സിനിമ ലൂസിഫർ. അതിനകത്ത് മോഹൻലാലിൻ്റെ ക്യാരക്ടറൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേൾക്കാൻ നേരത്ത് ഇതാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊക്കെ ഫീൽ ചെയ്യും. അപ്പം അന്ന് സിനിമയിലേക്ക് പോകുന്നില്ല, നമുക്ക് തിരിച്ചു വരാം. ഗുജറാത്ത് കലാപത്തിലേക്ക് വരാം. ഈ ഗുജറാത്ത് കലാപം സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ കാണിക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു തുടങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട് ട്രെയിൻ കത്തുന്നതും കുറച്ച് കുട്ടികൾ അതിനകത്ത് വെന്തു മരിക്കുന്നതും അതുപോലെ സന്യാസിമാർ വെന്തു മരിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതിനുശേഷം നടക്കുന്നത് ഒരു വേട്ടയാണ്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരെ ചില ആൾക്കാർ വന്നിട്ട് വേട്ടയാടുന്നതും അവരെ ഭയങ്കരമായ രീതിയിൽ ഉപദ്രവിക്കുന്നതും ഇല്ലാതാക്കുന്നതും നമുക്ക് കാണാം. തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സിനിമ കാണാൻ നേരത്ത് നമുക്കത് മനസ്സിലാവും. ബജ്രംഗി എന്നുള്ള രീതിയിലുള്ള പേരുള്ള ഒരു വില്ലനെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംഘപരിവാറിനെതിരെയുള്ള സിനിമയാണ്, ഇത് നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന അമിത്ഷാ ആണെന്നുള്ള രീതിയിൽ ഇത് പറയുന്നുണ്ട്. ഈ സിനിമയിൽ തന്നെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരെയും കളിയാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ കളിയാക്കുന്നുണ്ട്, ഇസ്ലാമിക തീവ്രവാദത്തെ കളിയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബത്തെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കളിയാക്കുന്നുണ്ടെങ്കിലും ഈ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് പടമായതുകൊണ്ട് തന്നെ ആദ്യമേ ഗുജറാത്ത് കലാപം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സംഘപരിവാറിനെതിരെ ഒരു സിനിമയാണെന്ന് പറയുന്നു. കുറേ ആൾക്കാർ ഇതിനകത്ത് എതിർക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രവർത്തകരൊക്കെ വന്ന് വലിയ രീതിയിൽ വിമർശിക്കുന്നതൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ സിനിമയും നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. TP 51 പറഞ്ഞ സിനിമ വന്നായിരുന്നു, TP ചന്ദ്രശേഖരൻ്റെ ഒരു സിനിമ. ആ സിനിമയ്ക്ക് എന്ത് പറ്റി കേരളത്തിൽ എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് വിമർശിച്ചിട്ടുള്ളതാണ്. 32,000 പെൺകുട്ടികളൊന്നും കേരളത്തിൽ നിന്ന് IS-ലൊന്നും പോയിട്ടില്ല. പക്ഷെ 4 പേര് പോയിട്ടുണ്ട്. നിമിഷ ഫാത്തിമ പോലുള്ള ആൾക്കാർ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. പ്രണയം നടിച്ച ആൾക്കാർ ഇവിടെ മതം മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ ജീവിക്കുന്ന തെളിവുകളാണ്. 4 പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയാം. 32,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും. അങ്ങനെയൊന്നും നമ്മുടെ കേരളത്തെ ആക്ഷേപിക്കാൻ നമ്മൾ അനുവദിക്കത്തുമില്ല. എന്നാൽ ഈ സിനിമയിലേക്ക് വരാൻ നേരത്തെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് എന്ന് ഈ സിനിമ പറയുന്നില്ല. ആരാണ് ആ ട്രെയിൻ കത്തിച്ചത് എന്ന് ഈ സിനിമ പറയുന്നില്ല. അപ്പോൾ ഈ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ഈ നിയമവ്യവസ്ഥയിൽ ചില ആൾക്കാർ ജീവപര്യന്തം തടവിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷയായിരുന്നു, അത് ഇളവ് ചെയ്ത് ജീവപര്യന്തം തടവിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ആരാണപ്പോൾ? അപ്പോൾ അതൊരു ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഗുജറാത്ത് കലാപത്തിൻ്റെ തുടക്കം ഒരു ആക്ഷൻ, ഒരു റിയാക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തുടക്കം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ പോയിട്ട് വരുന്ന ഹിന്ദുമതത്തിൽപ്പെടുന്ന കുറച്ച് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിന് കുറച്ച് ആൾക്കാർ കത്തിച്ച് കളയുന്നു. അതിൽ നിന്നും കുറച്ച് ആൾക്കാർ കൊലയപ്പെടുന്നു, വെന്തുരുക്കി മരിക്കുന്നു, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയാണ് മരിക്കുന്നത്.
അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഗുജറാത്ത് കലാപം. ഇത് സിനിമ പറയുന്നില്ല. സിനിമ ഏകപക്ഷീയമായി അത് കാണിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ആരാണ് ട്രെയിൻ കത്തിക്കുന്നത് എന്ന നിശബ്ദത പാലിച്ചുകൊണ്ട് അതിന് പിന്നാലെ വരുന്ന കലാപത്തെയാണ് ആ സിനിമ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതൊരു സത്യസന്ധമായ അല്ലാത്ത കലാസൃഷ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ലൈഫിൽ നടന്ന ഒരു കലാപം, അതിനകത്ത് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ മരിക്കുമ്പോൾ ആ കുട്ടിയുടെ മാംസത്തിന് പോലും വില കൊടുക്കാത്ത രീതിയിലാണ് ഒരു കലാസൃഷ്ടി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണ് അന്ന് ഗുജറാത്തിൽ നടന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ് 2002 ഗോത്ര ട്രെയിൻ കത്തിക്കൽ കേസ് എന്താണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 2002 ഫെബ്രുവരി 27 സബർമതി എക്സ്പ്രസ് ഗുജറാത്തിലെ ഗോത്ര സ്റ്റേഷനിലെത്തി. ട്രെയിനിന്റെ ഒരു കോച്ച് S6 കത്തിക്കുകയും കോച്ചിൽ സഞ്ചരിച്ചിരുന്ന 59 യാത്രക്കാർ വെന്തുമരിക്കുകയും ചെയ്തു. ഇരകളിൽ 27 സ്ത്രീകളും 10 കുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികൾ വെന്തുമരിക്കുകയാണ് ചെയ്തത്. ഇതിവിടെ ഈ സിനിമയിൽ നിശബ്ദതയാണ് പാലിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമം എന്ന് പറയുന്നൊരു പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്. നിങ്ങൾ പബ്ലിക്കായിട്ടുള്ളതാണ്, ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഗോത്ര തീവെപ്പ് 17 വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചായിരുന്നു. ഡേറ്റ് ഞാൻ പറയാം, 2022 12/15 തീവെപ്പിനെ തുടർന്ന് 58 പേരാണ് ട്രെയിനിനുള്ളിൽ വെന്തുമരിച്ചത്. തീ പിടിച്ച ട്രെയിനിൽ നിന്നും രക്ഷപ്പെടാനായി പുറത്തേക്ക് ഇറങ്ങിയവരെ അതിനനുവദിക്കാതെ പ്രതികൾ കല്ലെറിയുകയായിരുന്നു. ഇത് നരഹത്യയാണെന്നുള്ള രീതിയിൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ വാദിച്ചു. അതായത് ഒരു ആ ട്രെയിന് പൂട്ടിയിട്ടിട്ട് കുറേ ആൾക്കാരെ അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരെ കല്ലെറിഞ്ഞ് അകത്തേക്ക് വിട്ടിട്ട് കത്തിച്ച് കളഞ്ഞൊരു കേസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ കേസിനെ പറ്റിയാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിശബ്ദത പാലിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ആൾക്കാരെ കല്ലെറിഞ്ഞ് ഇല്ലാതാക്കി ഒരു ട്രെയിൻ കത്തിച്ച് കളഞ്ഞ കേസ്. അതിനകത്ത് പ്രതികളെല്ലാം ജയിലിൽ കിടക്കുന്ന കേസ്. കുറേ ആൾക്കാർക്ക് വധശിക്ഷയാണ് വിധിച്ചത്. അതിനുശേഷം നിയമ ഇളവ് കൊടുത്തു. ഇന്ന് ജീവപര്യന്തം അവരെല്ലാം ജയിലിൽ കിടക്കുന്ന കേസാണ്. അവിടെ നിന്നാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ നിശബ്ദത പാലിക്കുകയാണ് ആര്? സംവിധായകനും എഴുത്തുകാരൻ. ഇനി മനോരമയിൽ 2021 വന്നൊരു വാർത്തയുണ്ട്. ഗോത്ര കേസ് മുഖ്യപ്രതി 19 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ, കോർ ഗ്രൂപ്പിന്റെ ഭാഗമെന്ന് പോലീസ്. അതായത് അന്നത്തെ കേസിലെ പ്രതി 19 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പിടിയിലാവും. അഹമ്മദാബാദ് ഗുജറാത്തിലെ ഗോദ്രയിൽ 2002 സബർമതി എക്സ്പ്രസ് ട്രെയിനു തീ വെച്ച് 56 പേരെ കൂട്ടക്കൊല നടത്തിയ കേസിൽ മുഖ്യപ്രതി റഫീഖ് ഹുസൈൻ 51 19 വർഷങ്ങൾക്ക് ശേഷം പിടിയിലായി. ഗൂഢാലോചന നടത്തിയ പ്രതികളുടെ കോർ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ വ്യക്തി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ ട്രെയിൻ തീ വെച്ച് ഇല്ലാതാക്കുക, ജീവനോടെ ചുട്ടരിച്ചു കൊള്ളുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, ഇതിൻ്റെ ഒരു റിയാക്ഷനാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് വരുന്നത്. നിരവധി ഹിന്ദുക്കളും നിരവധി മുസ്ലിംസും സാധാരണക്കാർ മരണപ്പെടുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി കാണുമല്ലോ. അയോധ്യയിൽ നിന്ന് വരുന്ന ട്രെയിന് അത് ഗോത്രയിൽ കത്തിക്കുന്നു, കുറച്ച് ആൾക്കാർ, അതിൽ കുറച്ച് ആൾക്കാർ വെന്തു മരിക്കുന്നു, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയാണ് മരിക്കുന്നത്. അത് ആരാണ് ചെയ്തത് എന്നാരും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു റിയാക്ഷൻ ഗുജറാത്ത് കലാപത്തെ പറ്റി സിനിമയിൽ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എഴുത്തുകാരനും സംവിധായകനും എടുത്ത നിശബ്ദത എന്ന് പറയുന്നതും ആ ട്രെയിനുള്ളിൽ വെന്തു മരിച്ച കുട്ടികളോടുള്ള ക്രൂരതയാണ്, ആ ട്രെയിനുള്ളിൽ വെന്തു മരിച്ച സ്ത്രീകളോടുള്ള ക്രൂരതയാണ്, അതിൽ വെന്തു മരിച്ച മനുഷ്യരോടുള്ള ക്രൂരതയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ആൾക്കാർ കല്ലെറിയുന്നു, ആ ട്രെയിൻ ചുട്ടരിക്കുന്നു. അതിനുശേഷമാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. സിനിമയിൽ വ്യക്തമായ രീതിയിൽ ഒരു സൈഡ് നിശബ്ദത പാലിച്ചുകൊണ്ട് കുറേ മനുഷ്യരുടെ ജീവന് മുകളിൽ നിന്നുകൊണ്ട് മറ്റൊരു വിഷയത്തെ പറ്റിയാണ് സംവിധായകനും എഴുത്തുകാരനും സംസാരിച്ചു വെക്കുന്നത്. കാരണം ഇത് റിയൽ ലൈഫിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. നമുക്ക് ഡോക്യുമെന്റ് അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു പേജ് കാണുന്നത് ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കാം.